ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇതാ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നി പരീക്ഷ എപ്പിസോഡ് നമ്പർ 1 ഇന്നലെ രാത്രി 12:30 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തു. ആൻഡ് എപ്പിസോഡുകൾ ടി വിയിൽ വന്നിട്ടില്ല. ഇന്ന് രാത്രി 9 മണി കഴിയുമ്പോഴായിരിക്കും എപ്പിസോഡ് നമ്പർ 1 ടി വിയിൽ വരിക. പക്ഷെ ഐ തിങ്ക് ഇന്നൊരു 12 മണി കഴിയുമ്പോഴേക്കും എപ്പിസോഡ് നമ്പർ 2 ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ OTTയിൽ ആക്സസ് ഉള്ള ആളുകൾക്ക് അവിടെ അത് കാണാൻ പറ്റും. ഇന്ന് രാത്രി തന്നെ എപ്പിസോഡ് നമ്പർ 2 കണ്ടിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ ഇത്തിരി ലേറ്റ് ആയിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇന്നലെ രാത്രി തന്നെ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഈ ഒരു റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ ഓരോരോ സംഭവങ്ങൾ എടുത്ത് പറയുക എന്നതിനപ്പുറത്തേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് പുറത്തു വന്നതിന് ശേഷം ചില കണ്ടസ്റ്റൻസിനെ ഞാനിങ്ങനെ നോക്കി ഇവരെന്താ പറയുന്നത് എന്നുള്ളത്, നല്ല രീതിയിലും നോക്കി ഇവരെന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിലും കൂടെ നോക്കുന്ന സാഹചര്യം ഉണ്ടായി. ചില കണ്ടസ്റ്റൻസ്, അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ, ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാവർക്കും ഓഡിയൻസിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റോറിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. മനുഷ്യ സഹജമല്ലേ, എൻ്റെ ഇംപ്രഷൻ ഞാൻ കിടുക്കാച്ചിയാക്കി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു വെക്കും എന്നൊക്കെയുള്ള ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ പഠിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ചിലർ ബോറടിപ്പിച്ചു, ചിലർ കൊള്ളാമായിരുന്നു, ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ, കുറച്ച് നാടകീയ രംഗങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പിസോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആങ്കർ റനീഷ റഹ്മാനാണ്. ജഡ്ജസ് എന്ന് പറയുന്നത് അഖിൽ മാരാർ, റിയ സലീം ആൻഡ് രഞ്ജിനി ഹരിദാസ്. ആൻഡ് ഇവരുടെ 3 പേരെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും, അതായത് ഇതിൽ അഖിൽ മാരാരും ബാക്കി 2 പേരും തമ്മിൽ വലിയ ചേർച്ച ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരായിരിക്കും കണ്ടസ്റ്റന്റിന് കാട്ടിലും കൂടുതൽ കണ്ടന്റ് കൊടുക്കാൻ സാധ്യത എന്നുള്ളതും ഈ ഓഡിയൻസിന് അറിയാം. ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സുകൾ, പരസ്പരം ഗോളടിക്കലൊക്കെ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ഇവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള സൂചനയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇനി കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ 40 പേരെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ നിന്ന് 20 പേരെയാണ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടത്. 20 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. താഴും താക്കോലും കണ്ടുപിടിച്ച് തുറക്കുക എന്നുള്ളത് കേട്ടോ. ഏകദേശം ആ ഗെയിമിനെ പറ്റിയൊക്കെ കുറേ വീഡിയോസൊക്കെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായത് ഈ 40 പേരെ ഒരേ ദിവസം തന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എല്ലാവരെയും കാണുമ്പോഴേക്കും നമുക്ക് എന്തോ തിങ്ങി വിങ്ങി ആളുകളെ കണ്ടൊരു ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേരെ കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി ഈ ബിഗ് ബോസിന്റെ സംഘാടകർ പരീക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ തന്നെ കയ്യൂക്കുള്ളവർ കാര്യക്കാർ എന്ന രീതിയിൽ കുറച്ച് പേരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അവിടെ കുറച്ച് താക്കോലുകൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും. അതിൽ കുറച്ച് ക്ലൂസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. 20 താക്കോലുകളിൽ മാത്രമേ നല്ല ക്ലൂ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിലും കാലി പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഈ ക്ലൂ കിട്ടുന്ന ആളുകൾക്ക് ആ ക്ലൂവിൽ ഒരു സംഭവം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 + 1 = 6. 5 + 1 എന്ന് പറയുമ്പോൾ എന്താണ്? 6 ആണ്. ഈ ഒരു ക്ലൂ ആയിരിക്കും താക്കോൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പുറത്തെ വശത്ത് കുറെ താഴുകൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ ഇപ്പുറത്തുള്ള ക്ലൂവിന്റെ ആൻസറുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 5 + 1 എന്ന് പറഞ്ഞ് ക്ലൂ കിട്ടിയ താക്കോൽ എടുത്ത ആള് 6 എന്ന് എഴുതിയിട്ടുള്ള ആൻസർ ഉള്ള താക്കോല് പോയി തുറക്കുക, താഴെ പോയി തുറക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഗെയിം. അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം ഉണ്ടാക്കിയത്. അപ്പോൾ ഈസി ആയിട്ട് 19 പേർക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടി, ബാക്കിയുള്ള കുറേ ആളുകൾക്ക് കിട്ടിയില്ല. അങ്ങനത്തെ കുറച്ച് നാടകീയ സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമ്പോഴാണ് ഒരു കണ്ടസ്റ്റന്റ് ചെറുതായിട്ടൊന്ന് എക്സ്പോസ് ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ, പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, താക്കോൽ എടുത്തിട്ട് പോവുകയാണ്. ഞാൻ ഈ കണ്ടസ്റ്റന്റ് ഒക്കെ മുഖം വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ, നമുക്കിനി പരിചയപ്പെട്ട് ഇവരെയൊക്കെ വരണം. അപ്പോൾ ഈ പൂജ താക്കോൽ എടുത്തിട്ട് പോയിട്ട് താഴെ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന ഈ കണ്ടസ്റ്റന്റ്, ഇവർ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട ആളുകളാണെന്നാണ് പൂജ പിന്നീട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ആൾ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ഒരു താക്കോൽ വാങ്ങിച്ചിട്ട് തുറക്കാൻ നോക്കുന്നു. പൂജ തുറക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആള് ഈ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ താക്കോൽ ഇയാൾ സ്വന്തമായിട്ട് അങ്ങോട്ട് എടുത്തു. അപ്പോൾ പൂജ പെട്ടെന്ന് ഒന്ന് പാനിക് ആവുകയാണ്. അതായത് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾ താക്കോൽ എടുത്തല്ലോ. അപ്പോൾ തന്നെ പൂജ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചു. റനീഷ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയില്ല. താക്കോലില്ലല്ലോ, താക്കോൽ മറ്റൊരാളുടെ കയ്യിലില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉറച്ച് തന്നെ സംസാരിച്ചു. ഇല്ല, ഞാൻ എടുത്തിട്ട് വന്ന താക്കോലാണ്, അവൻ എൻ്റെ നിന്ന് വാങ്ങിച്ചാണ്, ഞാൻ കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പൂജ സംസാരിച്ചു. അത് കൊള്ളായിരുന്നു കേട്ടോ. കാരണം അത്രയും പേരുണ്ടെങ്കിലും പൂജയ്ക്ക് എതിരായിട്ട് ആൾ പ്രവർത്തിച്ചെങ്കിൽ പോലും പൂജയെ പ്രേക്ഷകർ നോട്ട് ചെയ്യാനുള്ള ഒരു സീൻ തന്നെ ഉണ്ടായി. അത് പൂജയ്ക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പൂജ അതോടൊപ്പം ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവും. ആരെയും വിശ്വസിക്കരുത് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും എന്ന് വേണമെങ്കിൽ പൂജയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു താക്കോലിൻ്റെ സീൻ പോവാണ്. ഈ താക്കോൽ എടുത്ത ആളുണ്ടല്ലോ, ഈ ക്യാമറയും അറ്റൻഷനും എല്ലാം കൂടെ കിട്ടിയപ്പോൾ ആൾ കുറച്ച് ഒന്ന് വ്യഗ്രതപ്പെട്ടു. ആളിങ്ങനെ മൈൻഡ് ചെയ്ത് തുറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ആക്ച്വലി ഇനി തുറന്നിട്ട് കാര്യമില്ല, പക്ഷേ ആൾ കിടന്ന് തുറക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ
ഈ സംഘാടകരും കണ്ടസ്റ്റൻസും കൂടെ തീരുമാനിച്ചു, എന്തായാലും പൂജയ്ക്ക് താക്കോല് കിട്ടിയല്ലോ, ക്ലൂവിൻ്റെ ആൻസറും ഉണ്ടല്ലോ, അപ്പോൾ പൂജേനെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 20ാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പൂജയും കൂടെ വന്നിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട, അതായത് കയ്യൂക്കോടുകൂടി 20 താഴും താക്കോലും കണ്ടുപിടിച്ച 20 പേരെ കൊണ്ട് സ്റ്റേജിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു പരിപാടി വരുന്നത്. 3 ജഡ്ജസിന് വേണ്ടിയിട്ട് 3 ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കണ്ടസ്റ്റന്റ് അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ജഡ്ജസിന് ആ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഈ പെട്ടെന്ന് അവർ കണ്ടുപോയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുമല്ലോ ആരെങ്കിലും ഒക്കെ, ഇവർ കൊള്ളാം അങ്ങനെയൊക്കെ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളെ വിളിക്കുക, അവരെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഈ ഗ്രൂപ്പിനൊരു പേരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരുടെ അതായത് ഈ 3 ജഡ്ജസിൽ 3 ഗ്രൂപ്പുകൾ രൂപപ്പെടും. ഈ ഗ്രൂപ്പുകൾ ഇവർ അണ്ടറിലായിരിക്കും പെർഫോം ചെയ്യുക. ഐ തിങ്ക് ഈ ഗ്രൂപ്പിനുള്ളിൽ തന്നെ കോമ്പറ്റീഷൻ നടക്കും. അതിനുശേഷം അതിൽ നിന്നും വിജയിച്ച് വരുന്നവരൊക്കെ തമ്മിൽ ഇനി ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കും. അങ്ങനെ ആയിരിക്കാം ഈ മത്സരം പോകുക എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ ഓരോ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ട് ഈ ഒരു ജഡ്ജസ് ഇരുന്നിട്ട് വിളിക്കുകയാണ്. ഓരോരുത്തർ ഫസ്റ്റ് കാണുമ്പോൾ ഈ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ നിറം കൊള്ളാം, ഹൈറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഓരോരുത്തരെ വിളിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് അഖിൽമാരാ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽ പറഞ്ഞത് സീസൺ 5 എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തോപ്പിച്ച് കളയും എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈവെക്കുന്നു, അയാളെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് റിയാസ് സലീമിൻ്റെ സീസണിലുണ്ടായിരുന്നെങ്കിൽ റിയാസിൻ്റെ ഗെയിമൊക്കെ പൊളിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈവെക്കുന്നു. റിയാസ് പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ അടുത്ത റൗണ്ടിൽ പറയുന്നുണ്ട്, ഈ അഖിൽമാരാറിൻ്റെ പൊളിറ്റിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈവെക്കുന്നു, അതൊരു ഗേളാണ്, ആർജിയാണ്. ആ കുട്ടീനെയും കൂടെ സെലക്ട് ചെയ്യുന്നു, ആ വ്യക്തിയും കൂടെ സ്റ്റേജിലേക്ക് വരുന്നു കേട്ടോ. അങ്ങനെ ഇവർ ഓരോ രീതിയിലാണ് ഓരോ ആളുകളെ സെലക്ട് ചെയ്തത്. അങ്ങനെ 3 ഗ്രൂപ്പുകൾ വരുന്നു. റിയാസ് സലീമിൻ്റെ ഗ്രൂപ്പിനെ ഗെയിം ചേഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഗെയിം ചേഞ്ചർ എന്ന് പറയുമ്പോൾ റിയാസ് സലീം ശരിയാണ്, ഗെയിം ചേഞ്ചർ ആയിരുന്നു അല്ലേ ആ സീസണിൽ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. രഞ്ജിനി ഹരിദാസ് ഫിയർലെസ് എന്നായിരുന്നു. രഞ്ജിനിയുടെ ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അഖിൽമാര റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര ചേരാത്ത പോലെ തോന്നി. കാരണം അഖിൽമാര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ എന്റർടൈൻമെന്റും കുറച്ച് വാക് ചാതുര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു റഫ് ആൻഡ് ടഫ് എന്നുള്ളൊരു ഫീലൊന്നും അഖിലിന്റെ ഒരു ഗെയിമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പേര് എനിക്ക് അത്ര ചേരാത്തത് പോലെ തോന്നി. എനിവേസ്, എന്തായാലും 3 ഗ്രൂപ്പുകൾ അവിടെ രൂപപ്പെട്ടു. ഈ ഗ്രൂപ്പുകളെ വെച്ചിട്ട് ഓരോ ഗെയിംസ് അവിടെ കളിച്ചു. അതിനുശേഷം നന്നായിട്ട് ഗെയിമിൽ ഓരോ ടീമിലും നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകൾക്ക് ഇൻഫിനിറ്റി ലോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ലോക്കറ്റ് കിട്ടുന്ന ആളുകൾക്ക് ചില ഗുണങ്ങളുണ്ടാവും. മേ ബി അത് എലിമിനേഷനിലേക്ക് പോവാതെ, ഡേഞ്ചർ സോണിലേക്ക് പോവാതെ അവരെ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്ക് ആ ഒരു ലോക്കറ്റുള്ള ഒരു ചെയിൻ ജഡ്ജസ് അണിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവർ ഗെയിംസ് ഒക്കെ കളിച്ചു. സാധാരണ ഇവർ തുടക്കക്കാരല്ലേ, ഇവർക്ക് തുടക്കത്തിൽ തന്നെ ഭയങ്കര ഗെയിമൊക്കെ കൊടുത്ത് അവർ പതറിപ്പോവും. നമുക്ക് കണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഇത് പോരാ എന്ന് തോന്നിയാലും അവർ ആദ്യമായിട്ട് വരുവാണ്. ഇത്രയും ലൈറ്റ്സും ക്യാമറയും ജഡ്ജസിനെയൊക്കെ കണ്ടിട്ട് അവർ പാനിക് ആയിരിക്കും. അപ്പം അവരെ ഒന്ന് ലൈറ്റ് ആക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും ഈ ചെറിയ ഗെയിം, പിരമിഡ് ഉണ്ടാക്കുക ആൻഡ് കുളം കര പോലെയുള്ള ഗെയിം, ആൻഡ് ബോൾ ഇങ്ങനെ ടേബിളിൽ അടിച്ച് ഗ്ലാസ്സിൽ ശേഖരിക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഗെയിംസ് ഒക്കെയാണ് അവിടെ കൊടുത്തത്. ഫസ്റ്റ് തന്നെയല്ലേ, അവരെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ ഗെയിമിൽ പെർഫോം ചെയ്ത 3 പേരെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ. അതായത് രഞ്ജിനി ഹരിദാസ് ഒരാളോട് ചോദിക്കുന്നു. ആ ഒരു കണ്ടസ്റ്റൻ്റെ പേര് വർഷ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വർഷ നല്ല ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തത്. സാഗർ എലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ പേര് വർഷ ആൻഡ് അങ്ങനെ ഒരു പേരാണ് എന്ന് വർഷ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വർഷ എടുത്ത് രഞ്ജിനി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു രഞ്ജിനി ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, രഞ്ജിനി ചേച്ചി ജയിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വർഷ ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ ഷോയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെന്റ് ഫിൽ ചെയ്ത് കൊടുക്കണം. ഈ ഡോക്യുമെന്റിൻ്റെ ഉള്ളിൽ അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്നും കൂടെ എഴുതാനുള്ള ഈ ഒരു കണ്ടസ്റ്റന്റ് കൊടുത്തിരുന്നത് പേളി മാണി എന്നായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ഷോ നടക്കുന്നതിന് മുമ്പ് പേളി മാണി എന്ന് പറയുന്ന വ്യക്തി സൈബറിടങ്ങളിലൊക്കെ ഭയങ്കര പ്രശംസയൊക്കെ നേടിക്കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ആ ഷോ തുടങ്ങുന്ന സമയത്താണല്ലോ ഈ നീഡ് പ്രൊട്ടസ്റ്റ് വരുന്നതും പേളി മാണി അത്യാവശ്യം നെഗറ്റീവ് ആവുന്നതും സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ നേരിടേണ്ടി വരുന്നതും ഒക്കെ ആ ഒരു സമയമായതുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റന്റ് വിചാരിച്ചു ഇപ്പോൾ പേളിമാണിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നെഗറ്റീവ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ മാറ്റാം. പിന്നെ രഞ്ജിനീനെ ചെറുതായിട്ടൊന്ന് ജഡ്ജ് എന്ന നിലയിൽ ഒന്ന് കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ കുട്ടി പറഞ്ഞു രഞ്ജിനി ഹരിദാസ് ആണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഡോക്യുമെന്റ് രഞ്ജിനിയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ രഞ്ജിനി സ്പോട്ടിൽ തന്നെ ചോദിച്ചു, അല്ലല്ലോ പേളിമാണി ആണല്ലോ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ പറഞ്ഞതിലുള്ള വ്യത്യാസം എന്നുള്ള നിലയിലാണ് രഞ്ജിനി ചോദിച്ചത്. ആൾ ചെറുതായിട്ട് ചമ്മിപ്പോയി, അങ്ങനെ വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, സർവൈവൽ ഇൻസ്റ്റിങ്. പക്ഷെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു.
ആൻഡ് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചു പോയത്. ഓരോ കണ്ടസ്റ്റന്റിനെയും ഇൻട്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണ് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളതുപോലെ ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്യും, അതാണ് എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നോ പറയാൻ അറിയില്ലാത്തതാണ് എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നു. സ്നേഹിക്കുന്നവർ പറ്റിക്കും എന്നുള്ളതാണ് വീക്ക്നെസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അവരുടെ വീക്ക്നെസ്സുകൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയ 2 വീക്ക്നെസ് ആ 2 കണ്ടസ്റ്റന്റിനെയും കൂടെ നോട്ട് ചെയ്യാനായിട്ട് ഇടയുണ്ടായി. അതാരെന്ന് വെച്ചാൽ ഒന്ന് എൽദോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റാണ്. ഈ എൽദോനെ ലാസ്റ്റ് ഇയർ കുംഭമേള നടക്കുന്ന സമയത്തുള്ള യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് എൽദോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു അവതരണ രീതി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആ സെയിം ആൾ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൽദോയുടെ ചില വീഡിയോസ്. അപ്പോൾ ആ എൽദോ ആണ്. എൽദോ ഭയങ്കര അതുവരെ വന്നിരുന്നൊരു വൈബ് ആയിരുന്നില്ല എൽദോയുടെ സംസാരത്തിലുണ്ടായിരുന്നത്. എൽദോ കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു. അതായത് ഒരു കണ്ടസ്റ്റന്റ് സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജസിന്റെയും ആങ്കറിന്റെയും മുഖത്തുള്ളൊരു എക്സ്പ്രഷൻ മാറുമല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് അവർക്ക് കിട്ടിയ വൈബ് എന്താണെന്നുള്ളത് മനസ്സിലാവും, ക്ലിയർ ആണ്. ഓക്കെ, പക്ഷെ എൽദോ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എൽദോ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് എന്നുള്ള നിലയിലുള്ള ഒരു ഇൻട്രോ എൽദോയെ പറ്റി തന്നെ പറഞ്ഞു. ആൻഡ് വീക്ക്നെസ് എന്നുള്ള രീതിയിലാണ് എൽദോ അവതരിപ്പിച്ചെങ്കിലും എൽദോയോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് മറക്കത്തില്ല. മനസ്സിൽ വെച്ചിട്ട് അവർക്ക് നല്ല പണി കൊടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ് എൽദോ എന്നുള്ള നിലയിലാണ് എൽദോ അത് അവതരിപ്പിച്ചു വെച്ചത്. അപ്പോൾ ഐ തിങ്ക് അത് ബിഗ് ബോസിൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കും അല്ലേ. ഓർത്ത് വെച്ച് പണി കൊടുക്കുന്ന ആളുകളും കൂടെ വരട്ടെ അല്ലേ. അങ്ങനെയുള്ള ഒരാളും കൂടെ ആണ് എൽദോ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആൻഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ഒരു സീരിയസ്നെസ് നമുക്ക് ഫീൽ ചെയ്തു. അതിങ്ങനെ വ്യത്യസ്തമായിട്ട് തോന്നി. ആൻഡ് മറ്റൊരു ആ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ആരുടെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും മാറി മാറി നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കുറച്ച് ടഫാണ് ക്യാരക്ടർ. ആരുടെ ഇമോഷണലി അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, പല പേഴ്സണാലിറ്റികൾ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഒറ്റ പേഴ്സണാലിറ്റി ഇല്ലെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അല്ലെങ്കിൽ സിറ്റുവേഷൻ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ പേഴ്സണാലിറ്റികൾ കാണിച്ചു കളയാം എന്നുള്ളൊരു അവസരവും കൂടിയാണ് അവിടെ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിവേസ്, എന്ത് തരത്തിലുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണ് ഈ പറയുന്ന കണ്ടസ്റ്റന്റ് ഉള്ളതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങളാണ് നടന്നത്. എടുത്തു പറയേണ്ട ഒരു 3-4 കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായി. മറ്റൊരു സംഭവം കൂടിയുണ്ട്. അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്തത് ആരായിരുന്നു എന്നുള്ള റിയാസിന്റെ ചോദ്യത്തിന് ഒരു RJ ആയിട്ടുള്ള ഒരു ഗേൾ കൈബൊക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഗേളിൻ്റെ അടുത്ത് നിങ്ങളുടെ ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അഖിൽ മാരാർ എന്നാണ് ആൻസർ പറയുന്നത്. അപ്പോൾ റിയാസ് അലീം പറഞ്ഞു, നിങ്ങൾക്ക് അഖിൽ മാരാറെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല, പക്ഷെ അഖിൽ മാരാറായിരുന്നോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? അപ്പോൾ ആ ഗേൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആൻസർ കൊടുക്കുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ അഖിൽ മാരാറിനായിരുന്നു ഇഷ്ടം, പുറത്ത് വന്നപ്പോൾ പൊളിറ്റിക്സിൽ ഇഷ്ടമല്ല. അത് തന്നെയാണ് പല ആളുകളും കമന്റ് ബോക്സിലൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. എനിക്ക് ബിഗ് ബോസിൽ അഖിൽ മാരാരെ ഇഷ്ടമായിരുന്നു, പുറത്ത് വന്നിട്ടുള്ള ചില രീതികളും പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പല ആളുകൾ സംസാരിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് ചില കണ്ടസ്റ്റൻസിൻ്റെ ഫേസ് നമ്മളിങ്ങനെ ഓർത്ത് വെക്കുകയോ നോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ബാക്കിയുള്ള 20 പേരെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി 12:30 ആകുമ്പോൾ ആ എപ്പിസോഡ് വരുമായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അവരൊന്ന് കംഫർട്ടാക്കാൻ നോക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. മാരകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഒരു ഇൻട്രോയോ അല്ലെങ്കിൽ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുമ്മൊന്നും ഈ ഒരു എപ്പിസോഡിൽ ഫീൽ ചെയ്തില്ല. പക്ഷെ പോകെ നമുക്ക് അവരെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെസ്, ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. ചില കണ്ടസ്റ്റൻസിന് ചില പൊട്ടൻഷ്യലും കൂടെ നോക്കി വെച്ചു. അത് ഞാൻ ഇപ്പോൾ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ വെറുതെ അങ്ങ് പറയുന്നതിൽ കാര്യമില്ല. പ്രോമിസിങ് ആണെന്ന് ചില ആളുകളെ ഫീൽ ചെയ്തു. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.